ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു വീഡിയോ കാണാനിടയായി. നമ്മുടെ പ്രശ്നേഷ് അല്ലെങ്കിൽ എന്താണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. ഒരു പെങ്കൊച്ച് എന്താണ് ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ജസ്റ്റ് ഒന്ന്. നമസ്കാരം. ഹായ്. ഓക്കെ, ഒന്നും വിചാരിക്കല്ലേ, ഇച്ചിരി സാനിറ്റൈസർ അടിക്കുകയാണ് കേട്ടോ. എനിക്ക് കൊറോണയൊന്നുമില്ല. ഇല്ല, ഇത് അതല്ല, ആക്ച്വലി ഇത് നമ്മുടെ ഒരു രീതിയാണ്. ഓക്കെ, ഹൈജീൻ അല്ലെങ്കിൽ വൃത്തി എന്നുള്ള സാധനം ഒരു ബേസിക് ആയിട്ട് എല്ലാവർക്കും വേണ്ട കാര്യം തന്നെയാണ്, തീർച്ചയായിട്ടും. ഓക്കെ, അത് നമ്മൾ ഒരു എന്താ പറയാ, അതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ഒരു ഗസ്റ്റായിട്ട് വിളിച്ചു വരുത്തി സാധാരണ നമ്മൾ എന്താണ് ഒരു ഷേക്കൻഡ് കൊടുക്കും. ആ ഷേക്കൻഡ് കൊടുത്തതിന് ശേഷം കൈ തൊട്ടതിന് ഒരു എന്താണ് സാനിറ്റൈസർ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഒരു വളരെ എന്താണ് ഒരു വിഷമം ഉണ്ടായി കാണും. കാരണം തീർച്ചയായിട്ടും നമ്മൾ കുഷ്ഠരോഗികളൊന്നും അല്ലെങ്കിൽ എന്താണ് പുഴുക്കളോ അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസോ ഒന്നും അല്ലല്ലോ. ആലോചിച്ച് നോക്കി, നമ്മളൊരു വീട്ടിലൊരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ ആ ഫുഡ് കഴിക്കാതെ കൊണ്ട് പുറത്തുകൊണ്ട് കളയുമ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെയാണ് എന്താണ് ഹൈജീൻ അല്ലെങ്കിൽ ഈ കാര്യം കൊണ്ടാണ് കഴിക്കാത്തത്. പിന്നെ പുള്ളിക്കാരന് പിന്നെ അവിടെ നിന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റത്തില്ലായിരിക്കാം. പിന്നെ ഒരു ഹോട്ടലിൽ നേരെ താമസിക്കാൻ പറ്റത്തില്ലായിരിക്കാം. എല്ലാത്തിനും കാരണം അവിടെ വൃത്തി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വൃത്തി ചിലപ്പോൾ അവിടെ കാണണം. അപ്പം നമ്മൾ എന്താണ് ഒരു കൈ കൊടുത്തെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഒരു കൈ കൊടുത്തെന്ന് ഒരാൾ ഒരു ഷേക്കൻഡ് കൊടുത്തിട്ട് അതിനെ അപ്പം തന്നെ സാനിറ്റൈസ് ചെയ്ത് കളയുന്നത് ശരിയായിട്ടുള്ള നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് എത്ര ഹൈജീൻ്റെ ഒരു സംഭവം ഇരുന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ഒരാളോട് എന്താ പറയുക, നമുക്കൊരു ഇഷ്ടക്കുറവുണ്ടാവും. ഇത് കാണുന്ന ഒരു ആൾക്കാരായിരുന്നാലും ചിലപ്പോൾ അത് ഇഷ്ടക്കുറവ് ചിലപ്പോൾ ഉണ്ടാക്കാം. എനിക്ക് കണ്ടപ്പോൾ എന്താണ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കാണാതെ നിങ്ങളിപ്പോൾ ഒരു ഹൈജീൻ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ എന്താണ് ഇപ്പോൾ എൻ്റെ പേരിങ്ങനെ ഗ്രീൻ ഹൗസിൽ ആ പയ്യൻ എന്താ പറയുക, ആ പയ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാമിലി എന്ന് വെച്ചാൽ എന്താണ് നല്ല വൃത്തി അല്ലെങ്കിൽ ഹൈജീൻ്റെ മേൽത്തട്ടിലെ ലെവലും ഉള്ള ഒരാൾക്കാരായിരിക്കാം ചിലപ്പോൾ. ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം അവരൊക്കെ ഒരുപാട് കണ്ടന്റുകൾ എനിക്ക് ഇഷ്ടമാണ്, ഒരുപാട് കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കട്ടെ, നമ്മുടെ ബീച്ചിലായിക്കോട്ടെ, ബീച്ചിലെ കാര്യങ്ങൾ, ബീച്ചിലെ ക്ലീൻ ആക്കുകയും അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ സിറിഞ്ച് വലിച്ചെറിയുന്ന, വേസ്റ്റ് വലിച്ചെറിയുന്നതിനൊക്കെ അവർ ശകാരിക്കുന്നുണ്ട്. അത് ഞാൻ ഒരിക്കലും എതിര് പറയുന്നില്ല. തീർച്ചയായിട്ടും എന്താണ് അത് നല്ല കണ്ടന്റ് തന്നെയാണ്, അതിനോട് യോജിക്കുന്നുണ്ട്. ഇപ്പം ചെറിയ തോട്ടിലെ ആറ്റിലെ കിടക്കുന്ന വേസ്റ്റിനെ അത് പറക്കി നീക്കം ചെയ്തിട്ട് അത് ക്ലീൻ ആക്കുന്നതാണ് തീർച്ചയായിട്ടും ബഹുമാനവും റെസ്പെക്റ്റും തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില കാര്യത്തിനൊക്കെ നമ്മൾ എന്താണ് ഈ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ചില ആൾക്കാരെ നമ്മളൊരു എന്താ പറയുക ഹൈജീൻ്റെ ഭാഗത്തിൽ വൃത്തി കേസ് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കുറ്റപ്പെടുത്തും. കാരണം നമ്മളൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ തിരിച്ച് കുറ്റപ്പെടുത്തും. കാരണം അപ്പം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ലൈഫിനെയും നിങ്ങളുടെ ഹൈജീനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ അതുപോലെയുള്ള സഹജീവികളുമാണ്, അത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുക. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം മാത്രമേ ഞാൻ അത് പറഞ്ഞുള്ളൂ. താങ്ക് യു സോ മച്ച്.